എനിക്കിത് വേണം. ചാറ്റ് ഇത് നോക്ക്. ആഹാ, നിങ്ങൾ എന്തായിരുന്നു പരിപാടി? ഓ, അത് ശരി. അപ്പൊ നിങ്ങൾ ഓടി വന്നില്ലേ അമ്മ വിളിച്ചപ്പോ? വെൽ ഡൺ, ഐ ആം സോ ഹാപ്പി ഫോർ യു. അപ്പൊ ഇന്നൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. തരാം, വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അതിന് നമുക്കൊന്ന് വാക്യം പഠിക്കണ്ടേ? നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വാക്യം പഠിക്കുന്നതിന് മുമ്പ് അപ്പൊ എല്ലാവരും കണ്ണടച്ചേ. യേശുപ്പിച്ച നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ വാക്യം പഠിക്കാൻ പോയ യേശുപ്പിച്ച ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണേ. ഹോളി സ്പിരിറ്റ് ഞങ്ങളോട് കൂടെ ഇരിക്കണേ. ആമേൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ റെഡി ആയില്ലേ? യെസ്. ഓക്കെ, നമ്മൾ എന്താ കഴിഞ്ഞ ദിവസം പഠിച്ച വാക്യം നോക്കുന്നുണ്ടോ നിങ്ങള്? ഓ, endures forever. Psalms 136 verse 1. Very good. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. വെരി ഗുഡ്, അതല്ലേ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ത് വാക്യാന്നറിയാവോ? നമ്മളല്ലേ ഗിഫ്റ്റ് തരാന്ന്. എന്ത് ഗിഫ്റ്റാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? തരാൻ പോകുന്ന ആരാന്നറിയണ്ടേ? Ephesians 6 verse 1. Ephesians 6 verse 1. Children, obey your parents in the Lord, for this is right. Children, obey your parents in the Lord, for this is right. മലയാളത്തിൽ പഠിക്കണ്ടേ നമുക്ക്? എഫേസ്യർ 6:1. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എന്താ പറയണേന്ന് അറിയാവോ? നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അത് ആ വേഴ്സിന് താഴെ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പറയുന്നത്? അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ എന്ത് പറ്റും? നീ ബ്ലെസ്ഡ് ആവും. എന്നിട്ട് ഒരു ലോങ് ബ്ലെസ്ഡ് ലൈഫ് നമുക്കുണ്ട്. അതാ നമുക്ക് തരുന്ന ഗിഫ്റ്റ്. ആര് തരുന്ന ഗിഫ്റ്റാ? യേശുവപ്പച്ചനെ ഗിഫ്റ്റ് തരുന്നേ. ഇങ്ങനെ ചെയ്താൽ യേശുവപ്പച്ചൻ നമുക്ക് തരുന്ന ഗിഫ്റ്റ് ഇത്. So that it may be well with you and that you may live long on earth. ഒരു blessed life. ഈ വാക്യത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. എന്താണെന്നറിയാവോ? ഇതാണ് ബൈബിളിലെ ഫസ്റ്റ് കമാൻഡ്മെന്റ് വിത്ത് പ്രോമിസ്. ഓർക്കുന്നുണ്ടോ കൊച്ചിന്? ബൈബിളിലെ ഫസ്റ്റ് കമാൻഡ്മെന്റ് വിത്ത് പ്രോമിസ്. അപ്പൊ നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് അത് കിട്ടും. നിങ്ങൾ ഈ വാക്യം ഓർത്തിരിക്കണേ. Ephesians 6 verse 1. ഇനി നമ്മൾ എന്താ പഠിച്ചേ? ബൈബിളിൽ എത്ര ബുക്സ് ഉണ്ട്? How many books are there in the Bible? 66. Very good. Bible has how many parts? 2 parts. First part is Old Testament. Second part? New Testament. Yes, very good. അപ്പൊ ഫസ്റ്റ് പാർട്ട്, അതായത് പഴയ നിയമം. പഴയ നിയമത്തില് എത്ര ബുക്സ് ഉണ്ടെന്നറിയോ? 39 ബുക്സ്. 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഇത് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ഒറ്റ കാര്യം പഠിച്ചുള്ളൂ. എന്താ? പഴയ നിയമത്തില് there are 39 books in the Old Testament. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കില്ലേ? യെസ്. ഗിഫ്റ്റ് വേണ്ടവരൊക്കെ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. അതുപോലെ പേരൻസ് ഒരു കാര്യം കൂടി മറക്കരുത്. നമ്മുടെ മക്കള് നമ്മുടെ വിളിക്കുമ്പോൾ ഓടി വരില്ല. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ.